ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും വിനീതമായ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവരും ഭഗവത് കഥകളൊക്കെ കേൾക്കണേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. കഥകളൊക്കെ പൂർണ്ണമായിട്ട് കേട്ടുക കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ സന്താനഗോപാലൻ കഥയാണ്. നമ്മൾ സന്താനഗോപാലൻ കഥ പൂർണ്ണമായിട്ട് കേൾക്കണം. 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ ഈ കഥ ഇടുന്നത്. എല്ലാവരും കഥ പൂർണ്ണമായിട്ട് കേൾക്കുക. ശ്രീഹരി വിഷ്ണു ഭഗവാന്റെ ശ്രേഷ്ഠമായ ഭാവങ്ങളിൽ ഒന്നാണ് ശ്രീ സന്താനഗോപാലമൂർത്തി ഭാവം. ഒരിക്കൽ പാലാഴിവാസനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിക്ക് മുന്നിൽ നരനാരായണന്മാരെ ഒരുമിച്ച് കാണണമെന്നൊരാഗ്രഹമുണ്ടായി. നരനാരായണൻ കൃഷ്ണനും അർജുനനും ദ്വാപര യുഗത്തിൽ അവതരിച്ച കാലത്താണ്. ഈ സമയം പാണ്ഡവന്മാർ കുരുക്ഷേത്ര യുദ്ധാനന്തരം രാജ്യം ഭരിക്കുന്ന സമയമാണ്. അർജുനന് കുറച്ച് അഹങ്കാരം കൂടി നിൽക്കുന്ന സമയമാണ്. തങ്ങൾ ഭരിക്കുന്ന ഈ കാലമാണ് ഏറ്റവും നല്ലതെന്നും ആർക്കും ഒരു കുറവില്ലെന്നും ഇതെല്ലാം തൻ്റെ ശക്തിയുടെ പ്രഭാവം കൊണ്ടും മാത്രമാണെന്നും ഉള്ളൊരു അഹങ്കാരം അർജുനനുണ്ടായി. അപ്പൊ പല പ്രാവശ്യവും അർജുനനുണ്ടാവുന്ന ഈ അഹങ്കാരത്തെയൊക്കെ ഭഗവാൻ മാറ്റിക്കൊടുക്കുമായിരുന്നു. എന്നാൽ അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അഹങ്കാരത്തിനെ ഒന്ന് മാറ്റിക്കൊടുക്കുവാൻ ഭഗവാൻ ഒരു വഴി കണ്ടു. ഹസ്തിനപുരത്ത് ഒരു ബ്രാഹ്മണനും പത്നിക്കും ജനിക്കുന്ന എല്ലാ കുട്ടികളും മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിഷയം ഉണ്ടായി. 8 പ്രാവശ്യം ബ്രാഹ്മണ പത്നിക്ക് പ്രസവിക്കുകയും ആ കുട്ടികളെല്ലാം തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത് ഇതിനൊരു പരിഹാരത്തിനായിട്ട് ബ്രാഹ്മണൻ പാണ്ഡവ സന്നിധിയിൽ വന്ന് സങ്കടമുണർത്തിച്ചു. ഇത് കേട്ടിട്ട് അർജുനൻ ഇതിനൊരു പരിഹാരം കാണാം എന്ന് ബ്രാഹ്മണന് വാക്ക് കൊടുക്കുകയും ബ്രാഹ്മണന് വാക്ക് കൊടുക്കുന്നത് ബ്രാഹ്മണ പത്നിയുടെ 9ാമത്തെ പ്രസവ സമയം അർജുനൻ അവരുടെ വീടിന് പുറത്ത് കാവൽ നിൽക്കുമെന്നും സങ്കടമെന്ന് പറയട്ടെ ആ കുട്ടിയും പ്രസവത്തോട് മരിച്ചു. ഇതിൽ ദുഃഖിതനായ ബ്രാഹ്മണൻ പാണ്ഡുപുത്രനെ പല വിധത്തിലും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ടിട്ട് ലജ്ജിതനായ അർജുനൻ ബ്രാഹ്മണനൊരു വാക്ക് കൊടുത്തു. അടുത്ത പ്രസവ സമയത്ത് കുട്ടിയെ ഞാൻ രക്ഷിക്കാമെന്നും അതിന് സാധിച്ചില്ല എങ്കിൽ ഞാൻ സ്വയം ചിത ഒരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും സത്യം ചെയ്തു. അതിനുശേഷം ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭം ധരിക്കുകയും പ്രസവ സമയം അർജുനൻ വന്ന് അവരുടെ വീടിന് ചുറ്റും ദിവ്യാസ്ത്രങ്ങളാൽ ശക്തി സുരക്ഷാ കവചം ഒരുക്കുകയും എന്നാൽ ഒരു സൂക്ഷ്മ ജീവിക്ക് പോലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധം അവിടെ ബന്ധനസ്ഥമായിരുന്നു. അതുകൂടാതെ അർജുനൻ അവരുടെ വീടിന് മുൻപിൽ കാവലിരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. 2ാം ഭാഗം അടുത്ത വീഡിയോയിൽ.